ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു അവിയലിൻ്റെ റെസിപ്പി കാണിക്കാനാണ് പോകുന്നത്. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് അറിയാവുന്നത് തന്നെയാണ്. ഇതെൻ്റെ സ്റ്റൈലിൽ ഞാൻ ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് ഒരു പീസ് ചേന എടുത്തിട്ടുണ്ട്. ഏത്തക്കായാണ് എടുത്തിരിക്കുന്നത്. കത്രിക്ക ഒരെണ്ണം, പച്ചമുളക്, വെള്ളരിക്ക, അമരിക്ക, ക്യാരറ്റ്, ഇത്രയാണ് വെജിറ്റബിളിൽ എടുത്തിരിക്കുന്ന സാധനങ്ങൾ. അരമുറി തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച്, ജീരകം, ഉപ്പ്, പിന്നെ ചെറിയ ഉള്ളി 2-3 എടുത്തിട്ടുണ്ട്, ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ വെളിച്ചെണ്ണ, കറിവേപ്പില, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടി ഒരു ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ചട്ടിയിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ എല്ലായിടും ആകത്തക്ക രീതിയിൽ നമുക്കത് കറക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് കറിവേപ്പില നിരത്തി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഗുണമെന്ന് പറഞ്ഞാൽ അടിയിൽ പിടിക്കത്തില്ല, പിന്നെ നമുക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനി നമുക്ക് അതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ഇടാം. ആദ്യം ചേന, കായ, ചേമ്പ്, കത്രിക്ക, ക്യാരറ്റ്, പച്ചമുളക്, വെള്ളരിക്ക ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടി നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. കഷ്ണങ്ങളെല്ലാം വേകുമ്പോഴത്തേക്കും അതിനുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പം 1 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 മുറി തേങ്ങ, പിന്നെ ഉള്ളി, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇടാം. മുളക് പൊടി, നമുക്ക് അരച്ചുകൊണ്ട് വരാം. തന്നെ നമ്മൾ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏകദേശം വെന്ത് വരുന്നുണ്ട്. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളമൊക്കെ വറ്റി വരട്ടെ. കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അരച്ച് വെച്ച് അരപ്പതിലേക്ക് ഇടാം. വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ യോജിപ്പിച്ച് എടുക്കാം. ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ. തൈര് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തൈരോ പുളിക്ക് വേണ്ടി പുളി പിഴിഞ്ഞൊഴിക്കും, തൈര് ഒഴിക്കാം, അല്ലെങ്കിൽ മാങ്ങ ഇടാം. ഞാൻ തൈരാണ് ഒഴിക്കുന്നത്. അപ്പോൾ സ്വാദിഷ്ടമായ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ലേശം വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ പിച്ചി നമുക്ക് ഇട്ട് കൊടുക്കാം. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചത് കൊണ്ട് അധികം വെളിച്ചെണ്ണ വേണ്ട. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് പിച്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കാത്തവർ കാണും ഇതേ സ്റ്റൈലിൽ. അവർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ടാറ്റാ.